നമസ്കാരം. പ്രകൃതിയുടെ ഉപാസകനായിരുന്ന ഗീവർഗീസ് ബ്ലാഗേത്തച്ഛൻ്റെ അനുസ്മരണം 2024 ജൂൺ 23 ഞായറാഴ്ച അടൂർ മോർ ഇഗ്നാത്തിയോസ് യാക്കോബായ സുറിയാനി ദേവാലയത്തിൽ വെച്ച് അടൂർ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫെലോഷിപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തി. അടൂരിലെ ഈ ജില്ലയിലെ തന്നെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ പങ്കെടുത്ത ഒരു അനുസ്മരണ സമ്മേളനമായിരുന്നു അത്. പ്രകൃതി സംരക്ഷണത്തിനു വേണ്ട പ്രവർത്തനങ്ങൾ, പ്രകൃതി സംരക്ഷണത്തിനു വേണ്ടി മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയും വേണ്ട പിന്തുണ നൽകുകയും ചെയ്യുക, എല്ലാ ചരാചരങ്ങളെയും സ്നേഹിക്കുക, സംരക്ഷിക്കുക, അത് ജീവിതചര്യയാക്കി മാറ്റിയ ഒരു വ്യക്തിത്വമായിരുന്നു ബ്ലാഗേത്തച്ഛൻ. അടൂർ അച്ഛനെന്നും ബ്ലാഗേത്തച്ഛനെന്നും ഫാദർ ഗീവർഗീസ് ബ്ലാഗേത്തെന്നുമൊക്കെ ജനങ്ങൾ നെഞ്ചേറ്റി വിളിച്ചിരുന്ന സാമൂഹിക സേവന രംഗത്ത് നിറസാന്നിധ്യമായ, പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രചാരകനും പ്രയോക്താവുമായിരുന്ന അച്ഛൻ ജീവിതത്തിൻ്റെ നാനാതുറകളിലുള്ള ആളുകൾ അനുസ്മരണത്തിൽ പങ്കെടുത്തു. അഭിവന്ദ്യ തിരുമേനിമാർ, ബഹുമാന്യരായ വൈദികർ, അധീനരായ ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ, ആത്മീയ രംഗത്തെ പ്രമുഖർ, അൽമായർ, ഇടവക വിശ്വാസികൾ, പരിസ്ഥിതി പ്രവർത്തകർ, സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തുടങ്ങി നാനാജാതി മതസ്ഥർ, ജീവിതത്തിൻ്റെ വിവിധ തുറകളിൽ അച്ഛനുമായി വ്യക്തിബന്ധങ്ങൾ പുലർത്തിയിരുന്ന നിരവധി വ്യക്തിത്വങ്ങൾ ഈ അനുസ്മരണ യോഗത്തിൽ പങ്കെടുത്തു. ഏറെ ശ്രദ്ധേയമായ ഒരു അനുസ്മരണ യോഗമായിരുന്നു ഇത്. സാമൂഹിക സേവനം, ഗ്രന്ഥശാല പ്രവർത്തനം, പരിസ്ഥിതി പ്രവർത്തനം തുടങ്ങി സാംസ്കാരിക മേഖലയിലെ എല്ലാ പൊതുപ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു അച്ഛൻ. അച്ഛനുമായി ബന്ധപ്പെട്ട വിവിധ മേഖലകളിലെ പ്രവർത്തകർ അനുസ്മരണത്തിൽ അവരുമായി പങ്കുവച്ച അവിസ്മരണീയമായ ഓർമ്മകൾ ഈ ചടങ്ങ് വളരെ ശ്രദ്ധേയമായി. അച്ഛനുമായി ബന്ധപ്പെട്ട് അടൂർ ആനന്ദപ്പള്ളി സന്തോഷ് വായനശാലയുടെ പരിസ്ഥിതി സമ്മേളനത്തിൽ മാധവൻ സാറ്, ഓമന ശശിധരൻ തുടങ്ങിയവരെ ആദരിച്ചതോടൊപ്പം ആനന്ദപ്പള്ളി സ്കൂളിലെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ വിശ്രമജീവിതം നയിക്കുന്ന എന്നെയും അന്ന് പരിസ്ഥിതി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അച്ഛൻ ആദരിച്ചിരുന്നു. ശ്രീ സ്റ്റാൻലി ആനന്ദപ്പള്ളി, ശ്രീ മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം കൊടുത്ത ആ ചടങ്ങ് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു അനുഭവമാണ്. അച്ഛൻ അന്ന് എല്ലാവരുമായിട്ട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുകയും ഇഞ്ചക്കാട് ബാലചന്ദ്രൻ്റെ കവിത ചൊല്ലി പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒരു നല്ല സന്ദേശമായിരുന്നു ആനന്ദപ്പള്ളി സന്തോഷ് വായനശാലയിൽ വെച്ച് നടന്ന അവസാന പരിസ്ഥിതി സമ്മേളനത്തിൽ അച്ഛൻ നൽകിയ ദൂത്. വളരെ ഹൃദ്യമായി എല്ലാവരോടും പെരുമാറുന്ന വ്യക്തിത്വമായ അച്ഛൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ